ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നടന്ന മാത്സ് എക്സാമിൻ്റെ ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെയൊക്കെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണം എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 6ാം ക്ലാസ്സിൻ്റെ ആൻസർ കീ പ്രത്യേകമായിട്ടുള്ളൊരു പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, നെയിം ദ ലാർജസ്റ്റ് ആംഗിൾ ഫ്രം ദ ഫിഗർ. ഈ ഫിഗറിൽ നിന്ന് ഏറ്റവും കൂടിയ ലാർജസ്റ്റ് ആംഗിൾ, ഏറ്റവും വലിയ ആംഗിളിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതിയത്? ഇതാണ് കറക്റ്റ് ആൻസർ. ആംഗിൾ ഡി, അല്ലെങ്കിൽ ആംഗിൾ എ ഡി സി എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആംഗിൾ ഡി എന്ന് എഴുതാം. പിന്നെ ഡ്രോ ദ സെയിം ഷേപ്പ് വിത്ത് ദ മെഷർമെൻറ്റ് ആസ് ഗിവൺ ഇൻ ദ ബിലോ. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ച് എന്താ ചെയ്യേണ്ടത്? 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ 40 ഡിഗ്രിയിൽ വെക്കുക. ഇവിടെ പ്രൊട്രാക്ടർ 85 ഡിഗ്രിയിൽ വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ. അതായത് 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള ആംഗിൾ ഏതാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി കൂടുതലാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ആവറേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കുക. ദ വെയ്റ്റ് ഓഫ് 5 ചിൽഡ്രൻ സ്റ്റാൻഡേർഡ് 6 ആർ ഗിവൺ ബിലോ. ആരൊക്കെയാണ്? അരുൺ, ഹസ്ന, ജോമോന്, മീനു, നജീബ്. അവരുടെ വെയ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഒരു കുട്ടിയുടെ ആവറേജ് വെയ്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടിയത്? ഇത് കൂട്ടിയാൽ നമുക്ക് കിട്ടുക 180 180നെ നമ്മൾ 1 2 3 4 5 5 കൊണ്ട് ഹരിക്കണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക 36 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് 36 36 ആണ്. ഇനി അടുത്തത് എന്താണ്? വെൻ 1 ചൈൽഡ് ഈസ് ലെഫ്റ്റ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് 5 ചിൽഡ്രൻ. ഒരു കുട്ടി പോയി, ദ ആവറേജ് വെയ്റ്റ് ഡിഡ് നോട്ട് ചേഞ്ച്. ആവറേജ് വെയ്റ്റ് ചേഞ്ച് ചെയ്തില്ല. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ചൈൽഡ് ഹൂ ഹാസ് ലെഫ്റ്റ്. ആ ലെഫ്റ്റ് ചെയ്ത കുട്ടിയുടെ ആവറേജ് വെയ്റ്റ് എത്രയാണ്? അപ്പോൾ എന്തായിരിക്കും? 36 കിലോഗ്രാം ആയിരിക്കും. ആവറേജ് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആവറേജ് തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ആവറേജ് വെയ്റ്റ് വാസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ആഡിങ് ദ വെയ്റ്റ് ഓഫ് ദ ടീച്ചർ വിത്ത് ദ വെയ്റ്റ് ഓഫ് 5 ചിൽഡ്രൻ, ദ ആവറേജ് വെയ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 3 kilograms. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ടീച്ചർ? അപ്പം നമ്മൾ ഇന്ന് രാവിലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ മോഡൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആവറേജ് വെയ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടീച്ചറുടെ വെയ്റ്റാണ് നമ്മളിനി കാണേണ്ടത്. അപ്പോൾ ടീച്ചറുടെ വെയ്റ്റ് കാണണമെങ്കിൽ 3 കിലോഗ്രാം കൂടിയെന്ന് പറഞ്ഞു. ആവറേജിൽ 3 കിലോഗ്രാം കൂടിയെന്ന്. അപ്പോൾ 36 നമ്മുടെ ആവറേജ്. അതിൽ ടീച്ചർ കൂടി വന്നപ്പോൾ 3 കിലോ കൂടി, അതായത് 39 കിലോഗ്രാം ആയി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 39 ഗുണിക്കണം 6, 39 × 6 നമ്മൾ ന്യൂ ആവറേജ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 39 × 6 എത്ര നോക്കുക. 39 × 6 എത്രയാണ്? 5 6 3 18, 18 5 23, 234 നമുക്ക് ന്യൂ ആവറേജ് കിട്ടിയത്. ആ 234 നിന്ന് നമ്മുടെ ആദ്യത്തെ ആവറേജ് എത്രയാണ്? 180 ആണ്. അത് നമ്മൾ കുറയ്ക്കുക. അത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ 4 3 8 പോലെ. അപ്പോൾ നമ്മൾ ബോറോ ചെയ്തു. 13 8 പോയാൽ 10 15 10, അപ്പോൾ 5. അപ്പോൾ 54 കിലോഗ്രാം ആണ് ആൻസർ. അപ്പോൾ ടീച്ചറുടെ വെയ്റ്റ് എത്രയാണ്? 54 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? 54 കിലോഗ്രാം ആണ് ടീച്ചറുടെ വെയ്റ്റ്. ഇതെത്രയാണ്? 36. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആക്ടിവിറ്റി 3 നോക്കാം. 3 kilograms ഓഫ് ഷുഗർ വാസ് ഫിൽഡ് ഇൻ ടു 5 പാക്കറ്റ്സ് ഓഫ് ദി സെയിം സൈസ്. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ആർ ദെയർ ഇൻ 1 പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര ഷുഗർ ഉണ്ടാവുന്നു? 5 പാക്കറ്റാണ് ഉള്ളത്. 3 കിലോഗ്രാം ഷുഗർ 5 പാക്കറ്റിലേക്കായിട്ടാണ് നിറച്ചത്. അപ്പോൾ എന്താ വരിക? 3/5. ഇനി അടുത്തത്, നീനു ടുക്ക് 3 packets ഓഫ് ഷുഗർ ഫ്രം ഈച്ച്. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ആർ ദർ ഇൻ ദ 3 packets. അതിൽ നിന്നും 3 ആരെടുത്തു? 3 പാക്കറ്റ് ആരെടുത്തു? നീനു എടുത്തു. അപ്പോൾ എത്ര ഉണ്ടാവും? 9/5 കിലോഗ്രാം. ഓക്കെ, ബി ആൻസർ 9/5 കിലോഗ്രാം. ഇനി സി എന്താണ്? ദ ഷുഗർ ടേക്കൺ ബൈ മീനു വാസ് ഡിവൈഡഡ് ഇൻറ്റു 2 equal parts. എ പോർഷൻ ഓഫ് ഇറ്റ് ഈസ് ഗിവൺ ടു അനു. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ഡിഡ് അനു ഗെറ്റ്? ഓക്കെ, അപ്പോൾ ഈ 9/5 എന്ന് പകുതി ആർക്ക് കൊടുത്തു? അനുവിന് കിട്ടിയ പഞ്ചസാരയിൽ നിന്ന് പകുതി
പകുതി മീനുവിന് കിട്ടിയ പഞ്ചസാര എന്ന പകുതി അനുവിന് കൊടുത്തു. അപ്പോൾ എത്ര ഉണ്ടാവും? 9/5 ഇൻറ്റു 1/2. 1/2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9/10. 9 നോക്കാം. ആക്ടിവിറ്റി 5 ഒരു ആവറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഓക്കെ. ആസ് എ പാർട്ട് ഓഫ് റീഡിംഗ് മന്ത് സെലിബ്രേഷൻ, 35 students of 6th A donated books to the school library. A student gave an average of 9 books. What is the total number of books given by students of 5th A? ഇപ്പം 35 കുട്ടികളാണുള്ളത്. 35 കുട്ടികൾ എത്ര ബുക്സ് ഇതാണ് കൊടുത്തത്? 9 ബുക്സാണ് കൊടുത്തത് അല്ലേ? ആവറേജ് 9 ബുക്സാണ്. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 35 ഇൻറ്റു 9. 35 ഇൻറ്റു 9. 9 ഇൻറ്റു 4 45. ബാലൻസ് 4. 9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 27. 27 പ്ലസ് 4 350. അപ്പോൾ ആൻസർ എത്രയാണ്? 350. ഫസ്റ്റിൻ്റെ ആൻസർ 315 ആണ്. ഇനി 192 ബുക്സ് വർ ഗിവൺ ബൈ 32 സ്റ്റുഡൻസ് ഓഫ് 6th B. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ബുക്സ് ഗിവൺ ബൈ എ സ്റ്റുഡൻറ്റ്? അപ്പോൾ 192 ബുക്സാണ്. ടോട്ടൽ ബുക്സ് എത്രയാണ്? 192. അത് എത്ര സ്റ്റുഡൻസാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് 32. അപ്പം ആവറേജ് കാണാനാണ് പറഞ്ഞത്. അപ്പം 192 ഡിവൈഡഡ് ബൈ 32 അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 6 ആണ് കിട്ടുക. രണ്ടാമത്തേൻ്റെ ആൻസർ 6 ആണ്. ഇനി വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 11 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 9? അപ്പോൾ 9ൻ്റെ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 11 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 9? അപ്പോൾ എന്തായിരിക്കും? 14 ആയിരിക്കും ആൻസർ. ഓക്കെ. അതായത് മിഡിൽ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് കണ്ടാൽ മതി. ഓക്കെ. ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6 ഇവിടെ കണ്ടല്ലോ, 2 പോർഷൻ ഉണ്ടല്ലോ. നോക്കാം. എ ലാർജ് റെക്റ്റാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ റെക്റ്റാങ്കിൾ ആൻഡ് എ സ്ക്വയർ. ഓക്കെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ? ലാർജ് റെക്റ്റാങ്കിളിൻ്റെ പിന്നെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ലാർജ് റെക്റ്റാങ്കിൾ? അപ്പോൾ നമുക്ക് എങ്ങനെ ലെങ്ത് കാണുക? ഇവിടെ 1/2 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3/4 ആണുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 2 1/4 ആണ്. 2 1/4 മീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ? പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു സൈഡാണ് അല്ലേ? ഇവിടെ 4 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എന്താണ്? 3/4 മീറ്ററാണ്. അപ്പോൾ 3/4. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12. 12/4 എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോൾ 3 മീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ. 3 മീറ്റർ. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ? ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. ലാർജ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും അപ്പോൾ 3/4 ഇൻറ്റു പിന്നെ ഇവിടെ വരെ ഉണ്ടല്ലോ ലെങ്ത്ത് 1/2 പ്ലസ് 3/4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് അല്ലേ? 1/2 പ്ലസ് 3/4. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. 2 1/4. അപ്പോൾ 2 1/4 നമ്മൾ നോർമലായിട്ട് എഴുതാൻ 3/4 ഇൻറ്റു 2 ഇൻറ്റു 4 8. 8 പ്ലസ് 1 9. 9/4. അപ്പോൾ 3/9 എന്ന് പറയുന്നത് 3/9 എന്ന് പറയുന്നത് എത്രയാണ്? 27/4. 27/16. 27/16 കിട്ടി. 27/16 നമ്മൾ നോർമലായിട്ട് എഴുതിയിട്ട് 11116 കിട്ടും. ഓക്കെ. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി വാട്ട് ഈസ് ദ ഏരിയ? അത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 7. ആക്ടിവിറ്റി 7 എന്താണ്? ആവറേജ് തന്നെയാണ്. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ മഞ്ചാടീസ് ബ്രോട്ട് ബൈ സ്റ്റുഡൻസ്? അപ്പോൾ ആവറേജ് ആണ്. ഇത് നമ്മൾ സം ചെയ്യണം. ഇത് സം ചെയ്താൽ നമുക്ക് 240 കിട്ടുക ബൈ 1 2 3 4 5 6. 240/6 എത്രയാണ്? 40. അപ്പോൾ ആദ്യത്തെ ആൻസർ എത്രയാണ്? 40. എൻ്റെ ആൻസർ 40 ആണ്. ഇനി അടുത്തത്, ദ ന്യൂ സ്റ്റുഡൻറ്റ് കെയിം ടു ദിസ് ഗ്രൂപ്പ്. They bought 44 manjadis each. Now what is the average number of manjadis brought by one student on this group? അപ്പോൾ B എന്താണ്? 44 മഞ്ചാഡീസ് ഈച്ച്. അപ്പം 2 ന്യൂ സ്റ്റുഡൻസ് ആണ് വന്നത്. അവർ എത്രയാണ്? ആദ്യം നമുക്ക് 240 ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 ന്യൂ സ്റ്റുഡൻസ് വന്നു 44 മഞ്ചാടി ആയിട്ട്. അപ്പോൾ 44 മഞ്ചാടി എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തത്തിൽ കൊണ്ടുവന്നത് 88 മഞ്ചാടി. അപ്പോൾ 88 നമ്മൾ കൂട്ടിയാൽ 8 2 3 328 ആണ് പുതിയ ആവറേജ്.
ഓക്കെ, പുതിയ ആവറേജ് 328 ആണ്. നമ്മളോട് നൗ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് മഞ്ചാടീസ് ബ്രോട്ട് ബൈ 1 സ്റ്റുഡൻസ് ഓഫ് ദിസ്. അപ്പോൾ ടോട്ടൽ 328 ആണ്. അപ്പോൾ നമ്മൾ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 328 ഡിവൈഡഡ് ബൈ 328 ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ട്? ആകെ ആദ്യം 6 കുട്ടികളായിരുന്നു, ഇപ്പോൾ 2 കുട്ടികൾ കൂടുതൽ വന്നു. അപ്പോൾ 328/8 നമ്മൾ ചെയ്താൽ എത്രയാണ്? 41 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് ഇഫ് യു കൺസിഡർ 8 സ്റ്റുഡൻസ് ഹൗ മെനി മോർ മഞ്ചാടീസ് ആർ നീഡഡ് ടു മേക്ക് 50 ആസ് ദ ആവറേജ് ഓഫ് 1 സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ആവറേജ് 50 ആവണമെങ്കിൽ എത്ര മഞ്ചാടിയും കൂടി നമ്മൾ ആഡ് ചെയ്യണമെന്ന്. ഇപ്പോൾ എത്ര ഉള്ളത്? 328 ആണ് അല്ലേ? 8 ആളുടെ ആവറേജ് എന്ന് പറയുന്നത് 8 ആളുടെ ആവറേജ് 50 ആവണമെങ്കിൽ മൊത്തത്തിൽ എത്ര വേണം? 400 വേണം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? 328 ആണ്. അപ്പോൾ 400 മൈനസ് 328. അപ്പോൾ 10 8 പോയാൽ 2, ഇവിടെ 9 ആണ്, 9 2 പോയാൽ 7. ഇനി നമുക്കൊരു 72 മഞ്ചാടീസ് വേണം ആവറേജ് 50 ആവാൻ. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ഇവിടെ നോക്കൂ, മേരി ഫിൽഡ് ദ മിൽക്ക് ഇൻ ടു 5 bottles ടു ഡിസ്ട്രിബ്യൂട്ട് ഹൗസസ്. വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കാണ്. അപ്പോൾ നമ്മൾ കൂട്ടണം അല്ലേ? നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുക 23/4 ആയിരിക്കും. ഓക്കെ, 23/4 അല്ലെങ്കിൽ 53/4. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതാണ് എക്സ്പ്ലനേഷൻ ഇല്ലാത്തത്. ആൻസർ മാത്രം പറയുകയാണ്. എക്സ്പ്ലനേഷനും കൂടി വെച്ചാൽ കുറച്ച് സമയം എടുക്കും. 23/4 ആണ്. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടാതെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും പിന്നെ മാർക്ക് കിട്ടും, ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ ബോട്ടിൽ വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. അതായത് വ്യത്യാസം എത്രയാണ്? മോർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഏറ്റവും കൂടുതലുള്ളത് 1/4 അല്ലേ? ഏറ്റവും കുറവുള്ളത് ഇവിടെ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4 ആണ്. 1/4 ആണ്. ഓക്കെ, ഇനി അടുത്തത് രവി നീഡ്സ് 2 3/4 liters ഓഫ് മിൽക്ക്. വിച്ച് സെറ്റ് ഓഫ് ബോട്ടിൽസ് ഗിവൺ ബിലോ വിൽ മേക്ക് ഇറ്റ് 2 3/4 ലിറ്റർ. അപ്പോൾ രവിക്ക് 2.25 2 3/4 ലിറ്റർ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് സെറ്റാണ് 2 3/4 ആവാന്ന്? ഓക്കെ, 1 2 4 ആണ് നോക്കാതെ, നമ്മൾ ഓരോന്നും നോക്കണം. 1 2 3 എന്ന് പറയുമ്പോൾ ഇവിടെ 1/2 ലിറ്റർ, ഇവിടെ 1.5 ലിറ്റർ. അപ്പോൾ എത്രയായി? 2 ലിറ്റർ. 2 ലിറ്ററിൻ്റെ കൂടെ 1.25 ലിറ്റർ കൂടുമ്പോൾ എത്രയായി? 3.25 ലിറ്ററായി. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് 2.25 ലിറ്ററാണ്. അപ്പോൾ ഓരോ ലിറ്ററും നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് കണ്ടുപിടിക്കണം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1 to 4 ആണ്. ഓക്കെ, അപ്പം എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻസ്. പക്ഷേങ്കിൽ നമുക്ക് ഈ ഇത് സമ്മൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നത്. ഒക്കെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. പക്ഷേ നിങ്ങൾ ഈ സമ്മൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടിയ എന്താണ് നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ പറ്റിയുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്നത്തെ എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.